എന്താണ് ശരിക്കും ഈ ഒരു വണ്ടർ മാത്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്? വണ്ടർ മാത്സ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ മാന്ത്രിക രീതിയിലുള്ള 100% മാർക്ക് നേടാനുള്ള ട്രിക്കുമായി റെജി ജോസ് മാജിക് മാത്സ് ട്രീയിലൂടെ കണക്കിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിയപ്പോൾ മാർക്കിൽ വന്ന വ്യത്യാസം കാണുക. ഒരു മാജിക് ട്രീ കണ്ടുപിടിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അമേസിംഗ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്, റെജി ജോസ്. അദ്ദേഹം 8ാം ക്ലാസ്സിലെ കണക്ക് പരീക്ഷയ്ക്ക് 8 നിലയിൽ പൊട്ടുകയും പിന്നീട് BSc മാത്സിന് റാങ്ക് ഹോൾഡറായി മാറുകയും പിന്നീട് നീണ്ട 25-30 വർഷത്തെ അദ്ദേഹത്തിൻ്റെ അധ്യാപന ജോലിയിൽ നിന്നും അദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു. ശരിക്കും അതൊരു മാജിക്കാണ്. നിങ്ങളിത് പൂർണ്ണമായിട്ട് ഈ ഇൻ്റർവ്യൂ കേട്ട് നോക്കുക. സാർ വെൽക്കം. സാർ എന്താണ് ശരിക്കും ഈ ഒരു വണ്ടർ മാത്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ? ആക്ച്വലി ഈ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ. 10ാം ക്ലാസ് വരെ പല അധ്യാപകർ ശ്രമിച്ചിട്ടും എനിക്ക് കണക്കിൽ വളരെ മാർക്ക് കുറവായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ മാർക്ക് 10 മാർക്ക്. 8ാം ക്ലാസ്സിൽ എനിക്ക് കിട്ടിയ 10 മാർക്കാണ് എൻ്റെ വലിയ മാർക്ക്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ അധ്യാപകർ ശ്രമിച്ചിട്ട് ഇത്രയും ആഴത്തിൽ അവരെന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് ഇത്രയും മാർക്ക് കുറഞ്ഞത് എന്നുള്ള ഒരു റീസൺ ഞാൻ പിന്നീടാണ് കണ്ടെത്തിയത്. അതായത് 10ാം ക്ലാസ്സിൻ്റെ അവസാനം ഞാനൊരു ട്യൂഷൻ സാറിനെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു മാജിക് ട്രീ വരച്ചു തന്നു. ആ മാജിക് ട്രീയിലൂടെ വളരെ സിമ്പിളായിട്ട് അദ്ദേഹം എനിക്ക് കണക്കിൻ്റെ അടിസ്ഥാനം പറഞ്ഞു തന്നു. ഈ ഒരു 4 മണിക്കൂർ ക്ലാസ് മാത്രമേ അദ്ദേഹം എനിക്ക് എടുത്തുള്ളൂ. ഒരു 1 അവറിൻ്റെ ഒരു 4 ക്ലാസ്സുകൾ മാത്രമേ അദ്ദേഹം എടുത്തുള്ളൂ. അപ്പം ഇത്രയും സിമ്പിളായിട്ട് അദ്ദേഹം എനിക്ക് കണക്ക് പറഞ്ഞു തന്നതിന് ശേഷം എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഞാൻ പഠിച്ചിട്ടും സ്കൂളിൽ ഇത്രയും നാളും ഞാൻ പഠിച്ചിട്ടും പല അധ്യാപകർ പഠിപ്പിച്ചിട്ടും എനിക്ക് മാർക്ക് കുറയാൻ കാരണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തന്നു. ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് വേയിലാണ് പഠിക്കേണ്ടത്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഡിവൈസിബിലിറ്റി എന്നൊരു കോൺസെപ്റ്റ്, അതിനുശേഷം പ്രൈം ഫാക്ടറൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ്, അതിനുശേഷം LCM എന്നൊരു കോൺസെപ്റ്റ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പക്ഷേ നമ്മളുടെ സ്കൂളുകളിൽ ഈ ഓരോ പോയിന്റ്സും ഓരോ ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. ഒരു ക്ലാസ്സിൽ വരുമ്പോൾ പുറകിലത്തെ ക്ലാസ്സിലെ ആ കോൺസെപ്റ്റ് പഠിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഓർഡർ കിട്ടാത്തതുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ ബേസ് ക്ലിയർ ആകാൻ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ എൻ്റെ അധ്യാപകൻ അവിടെ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു മാജിക് ട്രീയിലൂടെ കണക്കിന്റെ ഫണ്ടമെന്റൽ ഒരു കണ്ടിന്യൂസ് വേയിൽ അദ്ദേഹം പറഞ്ഞു തന്നപ്പോൾ എനിക്ക് കണക്കിന് ഈ അടിസ്ഥാനം പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ അതിനുശേഷം ഞാൻ ഓർത്ത ഒരു കാര്യം, ഇത്രയും കാലങ്ങൾ ഇത്രയും വർഷങ്ങൾ ഈ അധ്യാപകർ മുഴുവൻ പഠിപ്പിച്ചിട്ടും എനിക്ക് മനസ്സിലാകാത്ത ഒരു സംഭവം ഇത്ര ഈസി ആയിട്ട് എന്നെനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നുവാണ് ചെയ്തത്. അപ്പൊ പിന്നീട് അതിനുശേഷം ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഞാൻ വർഷങ്ങളായിട്ട് ഒരു 20-25 വർഷമായിട്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സംഭവം വളരെ ഈസി ആയിട്ട് സിമ്പിൾ എക്സാമ്പിൾസോടുകൂടി മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കണം എന്നൊരു പ്ലാൻ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വണ്ടർ മാത്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലേക്ക് വന്നത്. അതായത് കണക്ക് ശരിക്കും ഒരു പ്രശ്നക്കാരനല്ല, അത് നമ്മൾ പഠിക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞു തരുന്ന മനസ്സിലാക്കുന്ന രീതി, അതിന് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉണ്ട്. അതാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തുകൊണ്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തതാണ്. ഓക്കെ സാർ, അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇപ്പം മൊബൈലിൽ എല്ലാ തരത്തിലുള്ള ആപ്ലിക്കേഷൻസും അവൈലബിൾ അല്ലേ? പല തരത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കാനാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. ശരിക്കും വണ്ടർ മാത്സ് ആപ്ലിക്കേഷൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് എന്ന് പറയാം? അത് പറഞ്ഞാൽ ഒരു 2-3 പ്രത്യേകതകൾ ഇതിനുണ്ട്. ശരി. ഒന്നാമത്തെ കാര്യം ഈ മാജിക് മാത്സ് ട്രീ തന്നെയാണ്. അതായത് എൻ്റെ സ്വന്തം അനുഭവം, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്, ഞാൻ ഫീൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിലൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം എൻ്റെ അധ്യാപകരെല്ലാം പഠിപ്പിച്ചിട്ടും എനിക്ക് മാർക്ക് കിട്ടാതെ വന്നപ്പോൾ എൻ്റെ ഒരു പർട്ടിക്കുലർ ടീച്ചർ, മാത്സിൻ്റെ ഒരു പർട്ടിക്കുലർ ടീച്ചർ വളരെ ഈസി ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു, ബേസിക് ഫണ്ടമെന്റൽ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഐഡിയ പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ഐഡിയ എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ അതിലും ലളിതമായി, ഒരുപക്ഷെ എൻ്റെ അധ്യാപകൻ പറഞ്ഞു തന്നതിനേക്കാൾ ലളിതമായിട്ട് ഒരുപാട് എക്സാമ്പിൾസ്, സിമ്പിൾ എക്സാമ്പിൾസ് ഉപയോഗിച്ച് ഞാനിത് കുട്ടികൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനകത്ത് വീഡിയോ സെക്ഷൻ ഉണ്ട്. ആ വീഡിയോ സെക്ഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആപ്ലിക്കേഷനിൽ തന്നെ അതിൻ്റെ എക്സ്പ്ലനേറ്ററി നോട്ട്സ് ഉണ്ട്. കൂടാതെ പ്രിന്റഡ് മെറ്റീരിയൽസ് വേണ്ടവർക്ക് പ്രിന്റഡ് മെറ്റീരിയൽ കിട്ടും.
അതിനുശേഷം ഈ പറയുന്ന വീഡിയോ സെക്ഷനും പ്രിന്റഡ് മെറ്റീരിയലും പഠിച്ച് എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ കുട്ടികളെ പേരൻസിന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സും കൂടി ഇതിലുണ്ട്. അതിനകത്ത് ക്ലാസ് 5 5ാം ക്ലാസ് എന്ന് പറയുന്ന സെക്ഷനിൽ കിടക്കുന്ന ടെസ്റ്റ് പേപ്പർ സീരീസ് മാജിക് മാസ്റ്ററിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായാലും ഈ 5ാം ക്ലാസ്സിൽ കിടക്കുന്ന ആ ടെസ്റ്റ് പേപ്പർ ചെയ്താൽ അവരുടെ അതിൽ കിട്ടുന്ന മാർക്ക് അനുസരിച്ച് തന്നെ പേരൻസിന് ഈ കുട്ടികൾ ഈ മാജിക് മാസ്റ്ററി മനസ്സിലാക്കിയോ എന്ന് അവർക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നെ അതിനുശേഷം ഇതോടൊപ്പം സ്പീഡ് മാസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് കൂടിയുണ്ട്. ഒരു 225 സ്പീഡ് കാൽക്കുലേഷൻ ടെക്നിക്സ് ആണ്. അതായത് 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന സംഭവങ്ങൾ അല്ലെ 2 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാൽക്കുലേഷൻ 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് കൊണ്ട് ചെയ്യാം. അത്ര ഈസി ആയിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാവുന്ന 225 സ്പീഡ് ടെക്നിക്കുകളുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ മാജിക് മാസ്റ്ററി എന്നൊരു ടെക്നിക്കിന്റെ ഒരു ഉദാഹരണം ഒന്ന് പറയാം സാറേ. ഇപ്പൊ ഒരു 25x11 അത് ചെയ്യാൻ 1/2 സെക്കൻഡ് മതി. ഈവൻ 1 സെക്കൻഡ് പോലും വേണ്ട, നമ്മുടെ മനസ്സിൽ അത് വന്നു കഴിഞ്ഞു. ഈ 2ഉം 5ഉം കൂടി കൂട്ടുക, അതിന്റെ റിസൾട്ട് 7 ആണ്. ഈ 25ന്റെ സെന്ററിലേക്ക് ഇടുക, 275. വളരെ ഈസി. അതുപോലെ ഒരു 35x35 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് 2 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ ആ കുട്ടിയുടെ ഒരു മാത്സിനോട് വരുന്ന ഒരു ഇൻട്രസ്റ്റ് എന്തായിരിക്കും? വളരെ വലുതായിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള 225 ടെക്നിക്കുകളാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ മാജിക് മാസ്റ്ററിയുടെ ഫണ്ടമെന്റൽ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ഈ ടെക്നിക്സ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ മാത്സിൽ നല്ലൊരു ഇൻട്രസ്റ്റ് അവന് വരികയാണ്, അവനൊരു എന്തൂസിയാസം, ഒരു ആവേശം വരുവാണ്. അതാ എനിക്ക് സംഭവിച്ചതാണ്. ഞാൻ ഈ ഫണ്ടമെന്റലും കുറെ സ്പീഡ് ടെക്നിക്കുകളും മിക്സ് ചെയ്ത് എൻ്റെ അധ്യാപകൻ പറഞ്ഞു വന്നപ്പോൾ അത്രയും നാൾ ഞാൻ മാത്സിനോട് കാണിച്ചിരുന്ന ആ ഒരു അകൽച്ച എന്തുമാത്രം അകന്നോ അത്രമാത്രം ഞാൻ അടുത്തു എന്നുള്ളതാണ്. കാരണം പിന്നീട് എനിക്കൊരു എന്തൂസിയാസമായിരുന്നു, ആവേശമായിരുന്നു. പിന്നീട് ഈ ബേസിക് ഫണ്ടമെന്റൽ കിട്ടിയതിന് ശേഷം ഒരു അധ്യാപകന്റെ പോലും സഹായം ഇല്ലാതെ പ്രൈവറ്റ് ആയിട്ട് വീട്ടിലിരുന്ന് പഠിച്ചിട്ടാണ് ഞാൻ റാങ്ക് വാങ്ങിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഫണ്ടമെന്റലിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്. അപ്പൊ ഈ ഒരു ഫണ്ടമെന്റലാണ് ഞാൻ ആദ്യമായിട്ട് കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു ആപ്ലിക്കേഷനിലും മാത്സിനെ ബേസ് ചെയ്ത് മാത്സുമായിട്ട് മാത്രം ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. അത് തന്നെ നമ്മളുടെ ആപ്ലിക്കേഷനിൽ ഒരുപാട് കണ്ടൻസ്, ഇപ്പം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സെപ്പറേറ്റ് കണ്ടൻസ്, സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട്. അതിനുശേഷം മിഡിൽ സ്കൂൾ ലെവൽ, ഹൈസ്കൂൾ ലെവൽ സ്കോളർഷിപ്പുകൾക്ക് സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട്. 10ാം ക്ലാസ്സിന് ശേഷം എഴുതുന്ന മത്സര പരീക്ഷകൾ, അതായത് 16 വയസ്സ് മുതൽ 35 വയസ്സ് വരെ എഴുതാവുന്ന സാധാരണപ്പെട്ട എല്ലാ മത്സര പരീക്ഷകൾക്കും വേണ്ടിയിട്ട് 3 സെക്ഷൻ, കോമ്പറ്റേറ്റീവ് എക്സാം പാക്കേജ്, ബേസിക് ലെവൽ, മീഡിയം ലെവൽ, അഡ്വാൻസ് ലെവൽ, ഇങ്ങനെ തിരിച്ചുകൊണ്ട് 3 സെക്ഷൻസിലായിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം 10ാം ക്ലാസ്സിന് ശേഷം വരുന്ന മത്സര പരീക്ഷകൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടി ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവനൊരു പക്ഷേ മാത്തമാറ്റിക്സിൻ്റെ വേണമെങ്കിൽ 5 മുതൽ 10 വരെയുള്ള ഒരു ഡിക്ഷണറി എന്ന പോലെ പറയാൻ സാധിക്കും നമുക്ക്. കാരണം അവന് പിന്നെ മാത്സുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എങ്ങും നോക്കേണ്ട കാര്യമില്ല. അത്രയ്ക്കും സിമ്പിളായിട്ട് ഇതിനകത്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ ടെസ്റ്റ് പേപ്പറുകൾ ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയറിലാണ് ചെയ്തിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയറിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ എല്ലാ എക്സാമിനേഷനും ഓൺലൈൻ ആയിട്ടാണല്ലോ. ഇപ്പോൾ കൂടുതലും മത്സര പരീക്ഷകളായാലും സ്കോളർഷിപ്പ് പരീക്ഷകളായാലും ഓൾ ഇന്ത്യ എക്സാമിനേഷൻസ്, ഒളിമ്പിയാഡ്, മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ് പോലെയുള്ള എക്സാമിനേഷൻസ് എല്ലാം ഓൺലൈൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഈ ഓൺലൈൻ ടെസ്റ്റ് പേപ്പർ സീരീസ് അല്ലെങ്കിൽ ഓൺലൈനിലൂടെ എഴുതുന്ന ഒരു ടെസ്റ്റ് പേപ്പർ സീരീസ് എന്ന രീതിയിലാണ് ഞാൻ ഈ സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വരുന്നു, കുട്ടികൾ തന്നെ അതിൻ്റെ ആൻസർ കണ്ടെത്തിയിട്ട് 4 ചോയ്സ് അവിടെ കാണും, ക്ലിക്ക് ചെയ്യുന്നു, ചെക്ക് ദി ആൻസർ കാണിക്കുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസറോ റോങ് ആൻസറോ അത് കാണിക്കും. അതിനുശേഷം ആ ഡീറ്റെയിൽഡ് ആൻസറും കാണിക്കും. പിന്നെ ഇതിന് ശേഷം ഇതിനകത്തുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഷോർട്ട് കട്ടുകളാണ്. അതായത് ഒരുപാട് ഷോർട്ട് കട്ടുകൾ. ഞാൻ ഈ കഴിഞ്ഞ ഒരു 25 വർഷത്തെ എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിപ്പിച്ചും നേടിയ, ഒരുപാട് ബുക്കുകൾ പഠിച്ചും ഒരുപാട് സ്ഥലങ്ങളിൽ പഠിപ്പിച്ചും നേടിയ എക്സ്പീരിയൻസിൽ നിന്നും വരുന്ന ഷോർട്ട് കട്ടുകളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഷോർട്ട് കട്ടുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എക്സാമിനേഷൻസിൽ സാധാരണ കുട്ടികൾ പരാജയപ്പെടാൻ കാരണം അവർക്ക് ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു സ്കോളർഷിപ്പ് എക്സാം 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന് 1 മണിക്കൂറേ കാണുള്ളൂ, 60 മിനിറ്റ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 1/2 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ 180 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 90 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 1/2 മിനിറ്റാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഒരു കാരണവശാലും ഈ 1/2 മിനിറ്റിനുള്ളിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഈ ക്വസ്റ്റ്യൻ ഇടുന്നവർക്കും അറിയാം. പക്ഷെ അവരെന്തുകൊണ്ടാണ് ഇത് ഇടുന്നതെന്ന് വെച്ചാൽ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസിന് ഷോർട്ട് കട്ടുകൾ ഉണ്ടാവും. അപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റി പോലെയുള്ള വലിയ സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വലിയ വലിയ ട്യൂഷൻ ഫീസ് കൊടുത്ത് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ ഷോർട്ട് കട്ടുകൾ അറിയാവുന്നതുകൊണ്ട് അവരിത് പാസ്സായി പോവുകയാണ്. സാധാരണ കുട്ടികൾക്ക് ഇത് അങ്ങനെയുള്ള കോച്ചിങ് കിട്ടുന്നില്ല എങ്കിൽ അവർക്കത് പാസ്സാകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇത്രയും ഷോർട്ട് കട്ടുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ട് കട്ടുകളുള്ള ക്വസ്റ്റ്യൻസ് 1/2 മിനിറ്റിന് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ചിലപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് ചെയ്യാം. അങ്ങനെ ഷോർട്ട് കട്ടുകളുള്ള ക്വസ്റ്റ്യനെ ടൈം സേവ് ചെയ്യുന്നത് ടഫായിട്ടുള്ള അല്ലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ ബാലൻസ് ചെയ്തു പോകും. അങ്ങനെ വരുമ്പോൾ ഈ 120 ക്വസ്റ്റ്യൻ 60 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ ഇവർക്ക് സാധിക്കും. ആ ഷോർട്ട് കട്ടുകൾ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് അവൻ്റെ ബുക്സിലുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇതിൽ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ 34 സെക്ഷനായിട്ട് ഞാൻ 34 ചാപ്റ്ററുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിനകത്ത് ഈ സെക്ഷനിലുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് എവിടെ ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സെക്ഷനിൽ ഏത് ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഡൗട്ട് ഈ പോയിന്റിലേക്ക് ഈ ക്വസ്റ്റ്യൻ ബാങ്കിലെ ആ പർട്ടിക്കുലർ ടോപ്പിക്കിലേക്ക് കടന്നാൽ A-Z അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അതിനകത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ ട്രയാങ്കിൾ എന്നൊരു പോർഷൻ അവൻ പഠിക്കുമ്പോൾ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പഠിക്കുമ്പം അതിനൊരു ഫണ്ടമെന്റൽ ചിലപ്പോൾ 6ാം ക്ലാസ്സിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അവൻ 6ാം ക്ലാസ്സിലെ ബുക്കിലേക്ക് തപ്പി പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ കിടപ്പുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ജോമെട്രി എന്നൊരു പോർഷനിലാണ് വരുന്നത്. ജോമെട്രിയിൽ തന്നെ ഞാൻ 525 പ്രോബ്ലംസാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. അത് ആ ഒറ്റ ജോമെട്രി എന്ന കോൺസെപ്റ്റിൽ തന്നെ 100-ലധികം ഷോർട്ട് കട്ടുകൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നാലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനായിക്കോട്ടെ, സ്കോളർഷിപ്പ് എക്സാം എന്തും ആയിക്കോട്ടെ, അവൻ്റെ ക്ലാസ്സിലെ എക്സാംസ് ആയിക്കോട്ടെ, ഈ 525 പ്രോബ്ലംസും അതുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ഓരോ പ്രോസസ്സിൻ്റെ ഓരോ ടോപ്പിക്സിൻ്റെ വിശദീകരണങ്ങളും ഷോർട്ട് കട്ടുകളും അവൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഏത് എക്സാമിനേഷനും എഴുതാം. അതിൽ എക്സ്പേർട്ടായി ആ രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ശരിക്കും എനിക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കുന്നത് സാറേ, ശരിക്കും കണക്കിൻ്റെ ഒരു അവസാന വാക്കാണിത്. മാജിക് മാത്സ്, വണ്ടർ മാത്സ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ശരിക്കും ഒരു അനുഗ്രഹമാണ് നമ്മുടെ കുട്ടികൾക്ക്. എന്തായാലും ഇതിനകത്ത് സ്പീഡ് ടെക്നിക്കുകൾ, അതുപോലെ ശരിക്കും കണക്ക് നമുക്കറിയാം ഒരു വലിയൊരു ഓഷ്യനാണ്, സമുദ്രമാണ്. എന്നാൽ അതിനെ അദ്ദേഹത്തിൻ്റെ 25-30 വർഷത്തെ അനുഭവ സമ്പത്തിനെ ടീച്ചബിലിറ്റിയെ അദ്ദേഹം ഒരു ക്യാപ്സൂളായിട്ട് അല്ലേ, ഒരു ഇൻസ്റ്റൻറ്റ് പ്രോഡക്റ്റായിട്ട് വണ്ടർ മാത്സിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും ഇതൊരു അനുഗ്രഹമാണ് നമ്മുടെ കുട്ടികൾക്ക്. സോ ഇന്ന് തന്നെ നിങ്ങൾ വണ്ടർ മാത്സ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങുക. ഓക്കെ സാർ, കൂടുതൽ അങ്ങേക്ക് വലിയ രീതിയിലുള്ള വിജയാശംസകൾ നേർന്നുകൊള്ളുന്നു. താങ്ക് യു.